കോൺഗ്രസിലെ സ്ഥാനാർത്ഥി മാറ്റത്തെ സുരേഷ് ഗോപിയെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? ഒരിക്കലും സാധ്യതയില്ല. കാരണം അദ്ദേഹത്തേക്ക് നല്ല സ്ഥാനാർത്ഥിയായിരുന്നല്ലോ പണ്ടുണ്ടായിരുന്ന ആൾ. കാര്യം പുള്ളി വളരെ വർഷങ്ങളായി ഇവിടെ പ്രവർത്തിക്കുകയും അവിടെയുള്ള ജനങ്ങളുമായി കൂടുതൽ അടുപ്പമുള്ളവരായിരുന്നു പ്രധാനൻ. അദ്ദേഹം പോയതുകൊണ്ട് ദോഷമേ അദ്ദേഹം ഈ പറയുന്ന കോൺഗ്രസ് ദോഷമേ ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. സുരേഷ് ഗോപിക്ക് പ്രത്യേകിച്ചൊന്നും ദോഷം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. ചാലക്കുടി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ വിജയസാധ്യതയെ പറ്റി എങ്ങനെയാണ്? ശക്തമായിട്ടുള്ള ത്രികോണ മത്സരമായിരിക്കും ഇവിടെ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. കാര്യം കഴിഞ്ഞ പ്രാവശ്യം പോലല്ല. കഴിഞ്ഞ പ്രാവശ്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി മത്സരിക്കുകയും എല്ലാ സീറ്റുകളിലും കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നും ഇത് കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നവരായിരുന്നു സാധാരണ ഇവിടെ മാധ്യമങ്ങളും ജനങ്ങളും വിശ്വസിച്ചിരുന്നത്. ഇന്ന് കേന്ദ്രത്തിൽ ഏതാണെങ്കിലും 400 മുകളിൽ സീറ്റുകൾ NDA കിട്ടുമെന്ന് എല്ലാവരും സമ്മതിക്കുന്നു. കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം 40 കിട്ടുമോ 38 കിട്ടുമോ എന്നാണ് അവരാലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും എല്ലാ സ്ഥലത്തും വലിയ രീതിയിലുള്ള ത്രികോണ മത്സരം നടക്കാൻ വേണ്ടി പോകുന്നു. ചാലക്കുടിയിലും ശക്തമായ മത്സരം നടക്കും. തീരുമാനമായിട്ടില്ല. നാളെ മറ്റന്നാളോട്ട് തീരുമാനമാകത്തുള്ളൂ.